ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു കിടിലൻ ചെടിച്ചട്ടി നിർമ്മാണമാണ്. അത് വേണമെങ്കിൽ പ്രൊഫഷണലായിട്ട് നമുക്ക് ചെടിച്ചട്ടി നിർമ്മാണം തന്നെ ചെയ്യാൻ പറ്റും. അത്തരത്തിൽ നല്ല പക്കയായിട്ടുള്ളൊരു ചട്ടി നിർമ്മാണമാണ്. ഈ ഒരു ചട്ടി നിർമ്മിക്കുന്നത് നമുക്ക് ആകെ ഈ ഒരു 28 രൂപ മാത്രമേ ചിലവുള്ളൂ. അതായത് 3.5 കിലോ സിമെൻറ്റിൻ്റെ പണം മാത്രം ചിലവുള്ളൂ. ഇതുപോലൊരു ചട്ടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിന് എന്തായാലും 150-ൻ്റെയും 200 രൂപേൻ്റെയും ഉള്ളിൽ ചിലവ് വരാൻ സാധ്യതയുണ്ട്. ഇതിനു മുൻപ് ഞാൻ വീഡിയോ ഇട്ട 2 ചട്ടിയുടെ നിർമ്മാണം ഇതിൻ്റെ മുകളിൽ ലിങ്കായിട്ട് ചേർക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ നിർമ്മാണത്തിനായിട്ട് നമുക്ക് മരം കൊണ്ടോ അല്ലെങ്കിൽ പ്ലൈവുഡ് കൊണ്ടോ ഒരു മോൾഡ് നിർമ്മിക്കേണ്ടതുണ്ട്. ഈ മോൾഡ് ചട്ടിയുടെ ഉൾവശം വയ്ക്കുന്നതിന് വേണ്ടിയാണ്. ഇതിൻ്റെ 4 പലകൾ കൂട്ടിയടിച്ച് ഉണ്ടാക്കി എടുത്തതാണ്. ഇതിൻ്റെ അളവുകൾ ഞാൻ ഈ വീഡിയോയിൽ എഴുതി കാണിക്കാം. ഇനി പുറം സൈഡിലേക്കായിട്ട് 2 പലകൾ വീതം കൂട്ടിയടിച്ച 2 പീസുകളായിട്ട് വേറെ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ അതിന് വക്ക്, അതായത് ചട്ടിക്ക് വക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ അടിച്ചുണ്ടാക്കിയ മോൾഡിൻ്റെ പുറം ഭാഗത്ത് മുകൾ ഭാഗത്തായിട്ട് ഒരു റീപ്പറും കൂടി ഫിറ്റ് ചെയ്തിടണം. ഇനി നമ്മൾ ചട്ടി നിർമ്മിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഒരു പേപ്പർ വിരിക്കുക. പേപ്പർ വിരിച്ചതിന് ശേഷം നമ്മുടെ മോൾഡിൻ്റെ പുറം സൈഡുള്ള ഭാഗം കൂട്ടി യോജിപ്പിച്ചിട്ട് ഞാനിവിടെ 2 അഗ്രത്തിലും ഓരോ ആണി കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ മോൾഡിൻ്റെ മുകളും താഴെയും പുറം സൈഡിൽ ഒരു കയർ ഉപയോഗിച്ച് കെട്ടി ടൈറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് സിമെൻറ്റ്, മണലോ എംസാൻഡോ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ സിമെൻറ്റ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ 2.5 ഇരട്ടി എംസാൻഡോ പൂഴിയോ ആണോ എടുത്തത്. ഞാനിവിടെ പൂഴിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സിമെൻറ്റ് വെള്ളം ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത സിമെൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ അടിഭാഗത്തായിട്ട് 1 ഇഞ്ച് കനത്തിൽ നല്ലപോലെ നിരത്തി വെക്കുക. ചട്ടകോ മരക്കഷ്ണോ എന്തെങ്കിലും ഉപയോഗിച്ച് പരത്തി വൃത്തിയായിട്ട് വയ്ക്കുക. അതിനുശേഷം ചട്ടിയുടെ ഉൾവശം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചു വെച്ച മോൾഡ് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞതിന് ശേഷം കറക്റ്റ് സെൻറ്ററിലായിട്ട് വയ്ക്കുക. പ്ലാസ്റ്റിക് കവറിൽ പൊതിയാൻ കാരണം സിമെൻറ്റ് ഉറച്ചാൽ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കഴിവതും വല്ല വേസ്റ്റ് ഓയിലൊക്കെ ഈ മോൾഡിൻ്റെ ഉൾവശം ബ്രഷ് കൊണ്ട് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് വിട്ട് പോരുന്നതിന് വേണ്ടി സൗകര്യമുണ്ടാവും. ഇനി നമ്മൾ സിമെൻറ്റ് ചട്ടകോ മറ്റോ ഉപയോഗിച്ച് ഇതിൻ്റെ 2 മോൾഡിൻ്റെ ഇടയിലായിട്ട് ഇറക്കി കൊടുക്കുക. ഇറക്കി കൊടുക്കുമ്പം നല്ല വടിയോ അല്ലെങ്കിൽ വല്ല കമ്പ് കഷ്ണമോ എടുത്തിട്ട് നല്ല കുത്തി താഴേക്ക് ഇറക്കുക. എന്നിട്ട് സൈഡൊന്ന് വേണമെങ്കിൽ ഒന്ന് തട്ടി കൊടുക്കുക, നല്ല വൃത്തിയിൽ കയറാൻ വേണ്ടിയിട്ട്, ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. സിമെൻറ്റ് ഇടുമ്പം ശ്രദ്ധിക്കാനുള്ളത് 4 വശവും ആദ്യം കുറച്ച് വീതം സിമെൻറ്റ് ഇടണം. കാരണം എന്ന് പറഞ്ഞാൽ മോൾഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതെ ഇരിക്കാനാണ്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഏത് സൈഡും 1 സൈഡ് ഫില്ലാക്കിയാൽ കുഴപ്പമില്ല. എങ്കിൽ പോലും 4 സൈഡും കുറച്ച് വീതം ഫില്ല് ചെയ്ത് പോരുകയായിരിക്കും നല്ലത്. സിമെൻറ്റ് മോൾഡിൻ്റെ ഉള്ളിൽ ഫില്ലായി കഴിഞ്ഞാൽ മുകൾ ഭാഗം ചട്ടം ഉപയോഗിച്ച് നല്ല രീതിയിൽ മിനുസപ്പെടുത്തിയെടുക്കുക. ചട്ടിക്ക് അടിഭാഗത്ത് ഹോള് നിർബന്ധമാണല്ലോ. അതിന് നമ്മൾ ഈ ഇന്നറിൽ വെച്ച ബോക്സിൻ്റെ ഉള്ളിലൂടെ ഒരു കമ്പ് താഴെ ഭാഗത്തേക്ക് അമർത്തി വെച്ചേക്കാം. ഇത്ര മാത്രമേ നമുക്ക് ഈ ചട്ടി നിർമ്മാണത്തിൽ വർക്കുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൾവശം വെച്ച മോൾഡ് നമുക്ക് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വലിച്ച് എടുക്കണം. അടുത്ത അവസ്ഥയ്ക്ക് വെച്ചാൽ അത് നല്ല ശക്തിയിൽ ഉറച്ചു പോകും. അത് നമ്മൾ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ചട്ടിയുടെ പുറം സൈഡ് ഒരു 24 മണിക്കൂറിന് ശേഷം നമ്മൾ ചുറ്റി ഉപയോഗിച്ചിട്ട് ആണി കൊണ്ട് അടിച്ച ഭാഗം തട്ടിയെടുത്തതിന് ശേഷം ചുറ്റുവട്ടം കയറ് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതും അഴിച്ചൊഴിവാക്കുക. എന്നിട്ട് മെല്ലെ തട്ടി 2 പീസും മാറ്റിയെടുക്കുക. ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് നല്ല സൂപ്പർ ചട്ടി. നല്ല സ്ക്വയർ രൂപത്തിലുള്ള നല്ല വക്കോട് കൂടിയ സൂപ്പർ ചട്ടിയാണ് നമുക്ക് ലഭിക്കുക. അത് നല്ല ഫിനിഷിംഗ് ഉണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ ഇത് മേടിച്ചാൽ എങ്ങനെ 200 രൂപേൻ്റെ അടുത്ത് എന്തായാലും റേറ്റ് കൊടുക്കേണ്ടി വരും. 2 ദിവസം നല്ലോണം നനച്ച് കൊടുക്കണേ. വൈറ്റ് സിമെൻറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ ഏത് വേണമെങ്കിലും അടിക്കാം. ഞാൻ വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ട് വീട്ടിൽ ബാലൻസ് ഉണ്ടായിരുന്ന കുറച്ച് പെയിൻ്റ് ഉണ്ടായിരുന്നു, നീല കളർ വാളിനടിച്ച് ആ പെയിൻ്റാണ് അടിച്ച്. കുഴപ്പമില്ല, ഏത് കളർ അടിച്ചാലും നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. ഈ ഒരു 3-4 മോൾഡ് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ സ്വയം തൊഴിലായിട്ടും ഇത് ചെറിയ രീതിയിൽ ചട്ടി നിർമ്മിക്കാവുന്നതാണ്. ഈ ചട്ടി നിർമ്മാണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി.